PCOD രോഗികൾ എത്ര ഡയറ്റ് ചെയ്താലും എത്ര എക്സസൈസ് ചെയ്താലും വണ്ണം കുറയാതിരിക്കുന്നതായിട്ടും വളരെ റാപ്പിഡായിട്ട് വെയിറ്റ് കൂടുന്നതായിട്ടും കാണാറുണ്ട്. ഇതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നറിയോ? മിക്ക PCOD രോഗികൾക്കും ഈ ഒരു ആൻസൈറ്റിയുടെ പ്രോബ്ലം, ഡിപ്രഷൻ്റെ പ്രോബ്ലം, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, ഉറക്കക്കുറവ്, ഈ 4 കാര്യങ്ങളുണ്ടാവും. പലപ്പോഴും ഇത് PCOD ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് അവർ പേഷ്യൻ്റ് പോലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, കൂടെയുള്ള ആളുകൾ അത്രയും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ക്ഷീണം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് മടിയോ അല്ലെങ്കിൽ പറ്റായികയോ ഉണ്ടാവും. ഫിസിക്കൽ ഇനാക്ടിവിറ്റി കൂടുതലായിട്ട് PCOD-കാരിൽ ഉണ്ടാവാറുണ്ട്. നമ്പർ 1 റീസൺ ആണ് വെയിറ്റ് കൂടാനായിട്ടുള്ള. ഇനി ഉറക്കക്കുറവുള്ളതുകൊണ്ട് ലേറ്റ് നൈറ്റായിട്ട് അവർ ഉണർന്നിരിക്കുകയും ആ ഒരു സമയത്ത് പലതരം ഫുഡുകൾ കഴിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ബേക്കറി ഐറ്റംസ്, മധുര പലഹാരങ്ങൾ, പാക്കറ്റിൽ വരുന്ന ചിപ്സ് പോലുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കും ആ ഒരു ടൈമിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ടാവുക കഴിക്കുന്നതും. ഇതെല്ലാം വെയിറ്റ് കൂടാനായിട്ട് കാരണമാണ്. പിന്നെ ഈ അൺഹെൽത്തി ആയിട്ടുള്ള സ്ലീപ്പിംഗ് ഹാബിറ്റ് തന്നെ വെയിറ്റ് ഗെയിൻ ഒരു കാരണമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ PCOD-കാർ രാത്രി 10-ന് ശേഷം ഉണർന്നിരിക്കാനോ രാവിലെ 6-ന് ശേഷം ഉറങ്ങാനോ പാടില്ല. അതല്ലാത്ത എന്ത് സ്ലീപ്പിംഗ് ഹാബിറ്റ്സ് നിങ്ങൾക്കുണ്ടെങ്കിലും വെയിറ്റ് കൂടും. പിന്നെ ആൻസൈറ്റി, സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത് നല്ലൊരു ശതമാനം ആളുകളും അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് സ്ട്രെസ് ഈറ്റിംഗ് ഉള്ളവരായിരിക്കാം, ടെൻഷനെല്ലാം തിന്നു തീർക്കുന്നവരായിരിക്കാം. അതും വെയിറ്റ് കൂടാനായിട്ട് ഒരു റീസണാണ്. PCOD-യുടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ഹോർമോൺ തെറപ്പി ആണെങ്കിൽ, ഹോർമോൺ ഗുളികകളാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതും നിങ്ങളുടെ വെയിറ്റ് കൂട്ടിയേക്കാം. പല PCOD കേസസിലും PCOD-യുടെ കൂടെ തൈറോയ്ഡ് രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. തൈറോയിഡും ഇതുപോലെ വെയിറ്റ് കൂടാനായിട്ട് ഉള്ള ഒരു കാരണമാണ്. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫോളോ ഫോർ മോർ. ബൈ.